രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ പേര് ഇനിയും ഉയർത്തിപ്പിടിക്കുമെന്നും രാജ്യം മുഴുവൻ ഉയർത്തുമെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. നെഹ്റു കുടുംബത്തേക്കാൾ 1000 മടങ്ങ് ദേശാഭിമാന പ്രചോദനായ വ്യക്തിയാണ് ഹെഡ്ഗേവാർ. അതേസമയം മുസ്ലിം മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്താനാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഇന്ന് രാവിലെ 11:30 ദിവ്യാംഗരെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് BJP MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ പേര് ഇനിയും ഉയർത്തുമെന്നും രാജ്യം മുഴുവൻ ഉയർത്തുമെന്നും മുസ്ലിം മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്താനായാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഹെഡ്ഗേവാർ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ആശയപരമായി നാഭീനാള ബന്ധമുള്ള ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും CPM-കാരും കോൺഗ്രസുകാരും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ഡോക്ടർ ഗേവാറിന്റെ പേര് ഇനിയും ഞങ്ങൾ ഉയർത്തും. ആ പേര് ഈ രാജ്യം മുഴുവനും ഉയരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കോൺഗ്രസ് വാഴ വെക്കേണ്ടത് രാഹുലിന്റെയും സോണിയയുടെയും സ്ഥാനത്താണ്. പാലക്കാട് നഗരസഭ ആക്രമിച്ച രാഹുലിനെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. ഇതിനിടെ സമാധാനപരമായി പോയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കി. വളരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ രീതി. വനിതകളും മുതിർന്ന ആളുകളും ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തകരുണ്ടായിരുന്നു. യാതൊരുവിധ തരത്തിലുള്ള പ്രിക്കോഷൻസ് ഇല്ല. ഒരു സൈറൻ മുഴക്കം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ജലപീരങ്കി ഉണ്ടായിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വളരെ സമാധാനപരമായി ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ജനം, പാലക്കാട്.